So, hi guys, welcome back to another video. So, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ BD പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷിംഗ് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ മൂവി പോസ്റ്റേഴ്സൊക്കെയാണ്. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ, ബേസിക് ട്യൂട്ടോറിയലാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഗൈസ്, നമ്മൾ ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഇതേപോലെ നമ്മൾ സ്റ്റോറി ഇടാനോ സ്റ്റാറ്റസ് ഇടാനോ പോസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ചെയ്യാൻ രീതിയിൽ ഇങ്ങനെ ആക്കി എങ്ങനെ എടുക്കാം, അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്ക് വേണ്ട ആദ്യം നമ്മുടെ ഫോട്ടോ ഗൂഗിളിൽ നിന്ന് എടുക്കാം. മെയിനായിട്ടുള്ള ഫോട്ടോ നമ്മൾ ഗൂഗിളിൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ റോക്കി ബൈയുടെ കുറച്ച് സ്റ്റിൽസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. സോ ആ ഫോട്ടോ ആണ് നമുക്ക് ആദ്യം ആവശ്യം. ഫോട്ടോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ പിക്സൽ ലാബാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. പിക്സൽ ലാബിൽ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ബിക്കോസ് എല്ലാവർക്കും അതറിയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ന്യൂ ടെക്സ്റ്റിൽ എടുത്തിട്ട് ഞാൻ ഇവിടെ റോക്കി ബൈ എന്നാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട എന്താണോ അവിടെയാണ് ഒരു ടെക്സ്റ്റാണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ഫോണ്ട് അപ്ലൈ ചെയ്യണം. സോ ഞാൻ ഇവിടെ പിക്സൽ ലാബിൽ കുറച്ച് ഫോണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു ഫോണ്ടാണ്. ആ ഫോണ്ടിൻ്റെ ലിങ്ക് ഒന്നും എൻ്റെ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആ ഫോണിലോ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ അടിച്ചു കൊടുക്കാം. സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഞാനൊരു ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ മെയിൻ ടെക്സ്റ്റ് ഒരു കോപ്പി ചെയ്തിട്ട് ഒരു ടെക്സ്റ്റും കൂടെ എടുക്കുക. അതിൽ നമ്മൾ അടിച്ചു കൊടുക്കാൻ പോകുന്നത്, അതായത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മുടെ സബ് ടെക്സ്റ്റായിട്ട് വരുന്നതാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 1 year ഓഫ് KG ഫോർ ഹാപ്പി ബർത്ത്ഡേ സംതിങ് അങ്ങനെ അടിക്കില്ലേ, അതേപോലെ അടിക്കാം. ഞാൻ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് കൊടുക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടെക്സ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊണ്ട് വയ്ക്കാം. ഞാൻ അങ്ങനെ വെക്കുന്നില്ല. ഞാൻ വേറൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഈ ടെക്സ്റ്റ് ഞാൻ വളരെ ചെറുതാക്കാൻ പോവുകയാണ്. വളരെ ചെറുതാക്കിയതിന് ശേഷം ഇതിന് സ്പേസിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. സോ സ്പേസിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കുറച്ച് സ്പേസ് കൂട്ടാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും. അത് നമുക്ക് കറക്റ്റ് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ കുറച്ച് നല്ലൊരു രീതിയിലൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് സേവ് ആസ് ഇമേജ് കൊടുത്ത് PNG ഇമേജ് അൾട്രയിൽ ഡയമെൻഷൻ അൾട്രയിലിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ടെക്സ്റ്റ് ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വർക്കിൻ്റെ മെയിനായിട്ടുള്ള കാര്യമാണ് വേറൊന്നുമല്ല, കളർ ഗ്രേഡിങ്. കളർ ഗ്രേഡിങ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് റൂമാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ലൈറ്റ് റൂമിൽ കയറിയതിന് ശേഷം നിങ്ങളുടെ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റും വേണ്ട രീതിയിലുള്ള കളർ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അതായത് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വരുത്തി ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ പ്രീസെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്കത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ എല്ലാ ഫോട്ടോയ്ക്കും ഇത് സെറ്റ് ആവത്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് PSCC എന്ന് പറയുന്ന ആപ്പാണ്. വേറെ ഒന്നല്ല, ഒരു ക്രാക്ഡ് ആപ്പാണ്. നമ്മുടെ ഫോണിൽ ഫോട്ടോഷോപ്പിൻ്റെ ഒരു ലൈറ്റ് വെർഷൻ ആഡ് ചെയ്തതേ ഉള്ളൂ. സോ അതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും ലൈറ്റ് മോഷൻ വേറെ ആപ്പുകളിലൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ PC ഉള്ളവർ ഫോട്ടോഷോപ്പിൽ ചെയ്യും. നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് PSCCയിലാണ്. നമ്മൾ ഇവിടെ PSCC ഓപ്പൺ ചെയ്യാണ്. PSCC ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ചെയ്യുക. അതിൽ വിഡ്ത്ത് നമ്മളൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ 180 കൊടുക്കാം. ആൻഡ് ഹൈറ്റ് അതൊരു 1350 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻവാസ് ഓപ്പൺ ആയി കിട്ടും. അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു വൈറ്റാക്കി കളയാം. സൈഡിലുണ്ട് ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് വൈറ്റ് ആക്കുക. എന്നിട്ട് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ലൈബ്രറിയിൽ നിന്ന് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇമേജ്, അതിനിപ്പോൾ അഡോബ് ലൈറ്റ് റൂമിലാണ് കിടക്കുന്നത്. സോ അവിടെ നിന്ന് എടുത്ത ആ ഒരു ഇമേജ് കറക്റ്റായിട്ട് ഈ ഒരു ക്യാൻവാസിൽ ഫുൾഫിൽ ആവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫോട്ടോ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി നമ്മുടെ ടെക്സ്റ്റ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാം. അതിനുവേണ്ടി സെയിം പ്രോസസ്സാണ്. ഫോട്ടോ ലൈബ്രറിയിൽ പോയിട്ട് പിക്സൽ ലാബ് എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ചെയ്ത ഒരു ടെക്സ്റ്റ് അവിടെ കാണും. അത് ഈ ഒരു ക്യാൻവാസിലോട്ട് ആഡ് ചെയ്യുക.
ആഡ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് സൈസിന് അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു പൊസിഷനിങ്ങിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ വയ്ക്കാം അങ്ങനെ വയ്ക്കാം. ബട്ട് ഞാനിപ്പോൾ നല്ലൊരു ചെറിയൊരു ടിൽറ്റൊക്കെ കൊടുത്ത് നൈസിനാണ് ഇനി വയ്ക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റോക്കി ബായുടെ ഫോണ്ട് ടെക്സ്റ്റ് ജസ്റ്റ് ടിൽറ്റ് കൊടുക്കുകയാണ്. ടിൽറ്റ് എന്ന് പറയുമ്പോൾ അവിടെ മേളിലൊരു ചരിയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വലത്തോട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞോളും. ഇനി ഫുൾ ലെറ്റേഴ്സ് ഒന്ന് ജസ്റ്റ് ഒരു ഇറ്റാലിക് രീതിയിൽ വന്നോളും. അതിനുശേഷം ഈ ഒരു ഫുൾ ടെക്സ്റ്റിനെ ഒന്ന് ടിൽറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ക്രീൻ കാണുന്ന പോലെ തന്നെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് -3 കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് ചരുവല്ല എന്ന് പറഞ്ഞാൽ ഒട്ടുമല്ല എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസിൽ കറക്റ്റ് രീതിയിലൊരു ഫാഷൻ രീതിയിൽ വന്നോളും. ഓക്കെ, ടെക്സ്റ്റ് ആഡ് ചെയ്തതിനു ശേഷം ടെക്സ്റ്റിൻ്റെ അവിടെ സെലക്ട് പിക്സൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഗ്രേഡിയൻറ്റ് ടൂളിൽ പോയി നമുക്കൊരു ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ മെയിൻ വർക്കിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കളർ ആഡ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കളറാണ്, അത് ജസ്റ്റ് നമ്മൾ ഈ കളർ നോക്കും, ഓരോ കളർ വെച്ച് നോക്കും. അത് ശരിയായില്ലെങ്കിൽ അടുത്ത കളർ ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് അവസാനം കറക്റ്റ് ഒരു എത്തുന്ന വരെ നിങ്ങൾ ചെയ്യുക. നമ്മൾ അവസാനം ഒരു കളറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ഫോണ്ട് ഇപ്പോഴും അവിടെ ഉണ്ട്. സോ അത് ഇതേ പ്രോസസ്സ് നമ്മൾ എങ്ങനെയാണോ ഈ മറ്റേ ഫോണ്ട് ചെയ്ത് അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക, ഗ്രേഡിയൻറ്റ് കൊടുക്കുക, സെലക്ട് പ്രിസിൽ കൊടുത്തിട്ട് ഗ്രേഡിയൻറ്റ് കൊടുക്കുക, അതേ കളർ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റണമെങ്കിൽ ഗ്രേഡിയൻറ്റ് വേറൊരു ഗ്രേഡിയൻ്റ് ആക്കിയാൽ. ബട്ട് എനിക്കിവിടെ ഈ ഒരു ഫോട്ടോയ്ക്ക് സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് രണ്ടും ഒരേ കളർ ഇരിക്കട്ടെ എന്നാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് നല്ലപോലെ കാണാൻ വേണ്ടി നമ്മളൊരു എംപ്റ്റി ലെയർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതായത് ഈ ടെക്സ്റ്റിൻ്റെ താഴെയായിട്ട് ഒരു എംപ്റ്റി ലെയർ ഓപ്പൺ ചെയ്ത് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് ഫെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഒരു ഫെയ്ഡ് അത് കറക്റ്റ് ആ ഒരു ബ്ലാക്കിലാണ് ഈ ഒരു ഫോണ്ട് എഴുതുന്നതെങ്കിൽ കുറച്ച് നല്ലപോലെ അറിയാൻ പറ്റും. സോ ആ ഒരു ഫെയ്ഡ് രീതിയിൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫോണ്ട് എടുത്ത് നിൽക്കും. ദെൻ ഒരു എംപ്റ്റി ലെയർ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ബ്രഷ് ടൂൾ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നമുക്കൊരു സൈഡിൽ നമ്മുടെ വേണ്ട ഒരു കളറിൽ കുറച്ച് വരയ്ക്കാം. ഓക്കെ, കുറച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഷെയ്ഡല്ല, ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ലെയറെ ലീനിയർ ഡോഡ്ജ് ചെയ്യുക. എന്നിട്ട് ഗോഷൻ ബ്ലർ അപ്ലൈ ചെയ്യുക. അവിടെ എഫക്റ്റിൽ ഇതൊക്കെ കാണും. എന്നിട്ട് അത് കറക്റ്റ് രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് സൈഡിൽ നിന്ന് ഒരു ലൈറ്റ് വരുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറയുന്നതിനേക്കാളും ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെയൊക്കെ മുകളിൽ ഒരു ലെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഒരു ലെയർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ റോക്കി ബായ്ക്ക് ഈ ലൈറ്റൊക്കെ നമ്മുടെ റോക്കി ബായുടെ ദേഹത്ത് വന്നടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമല്ലോ. ആ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സൈഡ് ലൈറ്റ് എന്താണെന്ന് പറയണമെന്ന് അറിയത്തില്ല, എന്തായാലും അത് ചെയ്യണം. സോ അതിനുവേണ്ടി ബ്രഷ് എടുക്കുന്നുണ്ട്. സൈസ് വളരെ കുറച്ചിടുന്നുണ്ട്. ബാക്കിയെല്ലാം ഒരു മിനിമം വെച്ചിട്ട് നമ്മുടെ റോക്കി ബായുടെ ആ ഒരു ഔട്ട്ലൈനിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, വരച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ആ ലെയർ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗ്ലോ വരാൻ വേണ്ടി ലീനിയർ ഡോഡ്ജ് ചെയ്യാം. ഓക്കെ, ലീനിയർ ഡോഡ്ജ് ബ്ലെൻഡ് ചെയ്തിട്ട് ശേഷം ഗോഷൻ ബ്ലർ അപ്ലൈ ചെയ്ത് ഒരു ലൈറ്റിംഗ് എഫക്റ്റ് കൊണ്ടുവരാം. ഓക്കെ, അത് നിങ്ങളുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിനൊരു ഗ്ലോ എടുക്കാം, അത് ഓപ്ഷണലാണ്. അതും ഈ ടെക്സ്റ്റിൻ്റെ മുകളിലൊരു ലെയർ ഓപ്പൺ ചെയ്യാം. സെയിം തിങ്സ് അല്ലോ. ഓക്കെ, നമ്മുടെ ബ്രഷ് ടൂളിൽ നിന്നും കളർ പിക്ക് ചെയ്യുക, ഒരു ലൈറ്റ് കളർ പിക്ക് ചെയ്യുക, അവിടെ എവിടെയായിട്ട് കൊടുക്കുക. ബ്ലെൻഡിങ് ഓപ്ഷനിൽ ലീനിയർ ഡോഡ്ജ് കൊടുക്കുക, ഗോഷൻ ബ്ലർ കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ കിട്ടിക്കോളും. ആ ഒരു ഗ്ലോ കിട്ടും. ബട്ട് എനിക്ക് ഈ ഒരു ഫോട്ടോയിൽ ഇപ്പോൾ ഒരു ഗ്ലോ കൊടുക്കണമെന്നില്ല. കാരണം ഒരുപാട് ഗ്ലോ ആയാലും അതൊരു കൊള്ളത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഗ്ലോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇനിയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ക്രിയേറ്റീവ് അനുസരിച്ചിരിക്കും. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ടെക്സ്റ്റ് നമ്മുടെ റോക്കി ബായുടെ ബാക്കിൽ കൊണ്ടുവച്ചിട്ട് ഒരു സംഭവം ഇതേപോലെ ബാക്കിൽ കൊണ്ടുവച്ചിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ ടെക്സ്റ്റ് വരുന്ന രീതിയിൽ കൊടുക്കുന്ന ഒരിത്. അതിങ്ങനെ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചിടാം. ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ചെയ്തിട്ട്. എന്നിട്ട് ഒപ്പാസിറ്റി കുറച്ചിട്ടതിന് ശേഷം ഇറേസർ, നമ്മുടെ ബ്രഷിൻ്റെ അടുത്ത് കിടക്കുന്ന ഇറേസർ ടൂൾ ഉപയോഗിച്ച് പുള്ളിക്കാരൻ്റെ ആ ഒരു മുകളിലുള്ള ആ ഒരു ടെക്സ്റ്റ് എല്ലാം മായ്ച്ച് കളയാം. ബാക്കിൽ നിൽക്കുന്നതല്ല,
പുള്ളിക്കാരനെ മാത്രം ഫ്രണ്ടിലോട്ട് എടുക്കുന്ന രീതിയിൽ മായ്ച്ച് കളയാം. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വർക്ക് ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതേപോലെ അതിൻ്റെ ഒപ്പോസിറ്റൊക്കെ കുറച്ച് സേവ് ചെയ്യാം. ഒരു വെറൈറ്റി ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്നു. ഇത് വേണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഇതേപോലെ ഈ ടെക്സ്റ്റ് നമ്മൾ മേളിൽ ചെന്നിട്ട് സെലക്ട് പിക്സൽ കൊടുക്കുക. എക്സ്പാൻഡ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ -3 വയ്ക്കുക. ഓക്കെ, -3 വയ്ക്കുക. ദെൻ അതേ സ്ഥലത്ത് തന്നെ ക്ലിയർ എന്നൊരു ഓപ്ഷനുണ്ട്. ആ ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ വരും. ടെക്സ്റ്റ് ഔട്ട്ലൈൻ വരും. അതിൻ്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫെയ്ഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫീഡ് വെച്ചിട്ട് നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റീവ് ആയിരിക്കും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡൺ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അതിനുശേഷം താഴെ നമ്മുടെ എക്സ്പോർട്ടിൻ്റെ ഒരു സിമ്പിളുള്ളൊരു ഐക്കൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് സേവ് ടു ഗാലറി. ദെൻ ആ ഒരു ഇതിൽ ഒരു വർക്ക് ക്ലിക്ക് ചെയ്ത് സേവ് ടു ഗാലറി ഓക്കെ കൊടുക്കുക. ആ ഒരു ഫോമാറ്റിൽ നമ്മുടെ ഗാലറി സേവ് ചെയ്തോളൂ. ദാറ്റ്സ് ഓൾ ഗൈസ്. ഈ ട്യൂട്ടോറിയൽ ഇവിടെ എൻഡ് ചെയ്യണ്. അതിനു മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു പോസ്റ്റേഴ്സ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പേര് ചെയ്ത് കോളനി ആയിക്കൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ കോളനി ആയെന്ന് വേണമെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാം. ഒരുപാട് ഗ്ലോ ഉണ്ട്. ഞാൻ ഇപ്പോൾ കാണുന്നതാണ്. ഒരുപാട് ഗ്ലോയും ചുമ്മാ കുറേ ഇമേജസൊക്കെ വലിച്ചു വാരിയിട്ട് ബ്ലാ 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 ചെയ്യുന്ന ഒരിത് കണ്ടുവരുന്നതാണ്. അപ്പോൾ അത് വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവ് അനുസരിച്ച് വളരെ സ്റ്റാൻഡേർഡായിട്ട് ചെയ്താൽ ആ ഒരു ഡിസൈനിങ്ങിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ ട്യൂട്ടോറിയൽസ്.